ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മുടെ ഹെയർ കെയർ ചലഞ്ച് ഡേ 11 ആയില്ലേ. നമുക്കിന്ന് ചെമ്പരത്തിപ്പ് വെച്ചിട്ടുള്ള ഒരു പാക്കാണ് ചെയ്യാനുള്ളത്. അപ്പം ആദ്യം തന്നെ ഞാൻ പോയിട്ട് ചെമ്പരത്തിപ്പ് പൊട്ടിക്കുന്നുണ്ട്. വീട്ടിൽ ഒരു തൈയുണ്ട്, അതിൽ പക്ഷേ ഇപ്പോൾ അധികം പൂക്കളൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് പൂക്കൾ ഒരു വീട്ടിൽ നിന്ന് പൂക്കൾ പൊട്ടിച്ചിട്ട് പോന്നു. നിങ്ങൾക്ക് ഈ ചുവപ്പ് ചെമ്പരത്തി തന്നെ കിട്ടണമെന്നില്ല, വേറെ ഏതായാലും യൂസ് ചെയ്യാം. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് ഇതാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 2 പിടിയൊക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ. എന്നിട്ട് അതിന് ശേഷം ഞാൻ പൂക്കൾ അതിലോട്ട് ഡയറക്റ്റായിട്ട് ഇടുക ചെയ്യണേ. നമുക്ക് ഇപ്പോൾ 2 പൂവോ 3 പൂവോ കിട്ടിയെന്നുണ്ടെങ്കിൽ അത് മാത്രം ഇട്ടാൽ മതി, കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഈ ചുവപ്പ് ചെമ്പരത്തി തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ ചെമ്പരത്തിയാണ് അല്ലെങ്കിൽ വലിയ ചെമ്പരത്തിയൊക്കെ കിട്ടിയെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുള്ള ചെമ്പരത്തി, അതായത് ഞാനൊരു 10-15 ചെമ്പരത്തി പൂവ് എടുത്തിട്ടുണ്ട്. അത് ഞാനിങ്ങനെ നാളികേരത്തിലേക്ക് പിച്ചിട്ടിരിക്കുക. നാളികേരത്തിൻ്റെ ക്വാണ്ടിറ്റി ഒരു 2 കൈപ്പിടിയൊക്കെ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പാക്ക് മതി എന്നുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതി, കുറേ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം എടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നോർമൽ വെള്ളം. നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളമില്ലേ, അതായത് തലേ ദിവസം എടുത്തു വെച്ച കഞ്ഞിവെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഞാൻ നോർമൽ വെള്ളത്തിൽ അരച്ച് ഒരു കോട്ടൺ തുണി വെച്ച് അരിച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കുക. പാക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഞാൻ വേറെ തലയിൽ വെളിച്ചെണ്ണയോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഈ പാക്ക് നേരെ സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യണേ. കാരണം നാളികേരമുള്ള കാരണം കുറച്ച് മോയ്സ്ചറൈസിങ് എഫക്റ്റ് അതിൽ കിട്ടും. പിന്നെ നമ്മൾ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യുന്നില്ല, നോർമൽ വെള്ളത്തിലല്ലേ വാഷ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പാക്ക് നന്നായിട്ട് തലയിൽ തേക്കുന്നുണ്ട്. നല്ലോണം തലയിലും ആദ്യം സ്കാൽപ്പിൽ നന്നായിട്ട് തേക്കുന്നുണ്ട്, അതിനുശേഷം മുടിയിലോട്ട് നന്നായി തേക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ്സ് ജെൻറ്റിൽ മസാജ് കൊടുക്കുക. നന്നായിട്ട് പാക്ക് എല്ലായിടത്തും തേച്ച ശേഷം നന്നായി മസാജ് ചെയ്തതിന് ശേഷം എൻ്റെ കയ്യിൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് നെറ്റികേറിയ ഭാഗത്തൊക്കെ ഇങ്ങനെ തേക്കുന്നുണ്ട്. എന്നിട്ടൊരു 50 മിനിറ്റ്സൊക്കെ തലയിൽ വെച്ചതിന് ശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.